പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ആയിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ രംഗത്ത് എത്തിയത്. വലിയ അഴിമതി ആരോപണങ്ങൾ ഗണേഷ് കുമാർ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെയാണ് വ്യക്തിപരമായി, അതായത് സുകുമാരൻ നായർ NSSന്റെ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾ കൊയ്യുകയാണ്. സുകുമാരൻ നായരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചാണ് NSSന്റെ പ്രവർത്തനം പോലും മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവിടേക്ക് എത്തുന്ന ആളുകളോടുള്ള സമീപനം എന്ത് എന്നതൊക്കെ ഒരു പരിധിവരെയെങ്കിലുമൊക്കെ അഭിനയിച്ച് പരിഹാസ രൂപേണ ആയിരുന്നു ഗണേഷ് കുമാർ അവതരിപ്പിച്ചത് എന്നതാണ്. ആ ഗണേഷ് കുമാറിൻ്റെ അന്നത്തെ അവതരണ രീതിയും പ്രതികരണവും ഒക്കെ വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് സമുദായ അംഗങ്ങൾക്കിടയിൽ പോലും വലിയ ചർച്ചയായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, നേരത്തെ തന്നെ NSSനെതിരെ ഒരു സമാന്തര നീക്കം ആരംഭിച്ചിരുന്നു ഒരു വിഭാഗം ആളുകൾ എന്നുള്ളതാണ്. ഇപ്പോഴത് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഇപ്പോൾ NSSന്റെ നേതൃത്വത്തിനെതിരെ, അതായത് ആത്യന്തികമായി അത് സുകുമാരൻ നായർക്കെതിരെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, പ്രതിഷേധം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിൽ ആണ്. നായർ സംരക്ഷണ സമിതിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് NSSന്റെ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായിട്ട് NSS ആസ്ഥാനത്തേക്ക് അടക്കം വലിയ പ്രതിഷേധം നടത്തുക എന്നതാണ് ഇപ്പോഴത്തെ നിലപാട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടെ NSS ജനറൽ സെക്രട്ടറി വിമർശിച്ചതിന് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായി നടൻ അനൂപ് ചന്ദ്രനും പറയുന്നുണ്ട്. സഹോദരന്റെ ഭാര്യയെ NSS ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള ആരോപണം എന്നത്. പ്രതികാരം ചെയ്യുന്ന നിങ്ങളുടെ മാടമ്പിത്തരം ഇനി എത്ര നാൾ വേണമെന്ന് NSS സമുദായം തീരുമാനിക്കും എന്നുകൂടി ഈ കുറിപ്പിൽ അനൂപ് ചന്ദ്രൻ വ്യക്തമാക്കിയ സാഹചര്യം ആണ് ഉള്ളത്. അതായത് പരസ്യമായി തന്നെ NSSന്റെ ഒരു സംഘടനാ സ്വഭാവം അനുസരിച്ച് മുറുമുറുപ്പുണ്ടെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നതാണ്. അവിടെയാണ് ഈ സമാന്തര നീക്കം ശക്തി പ്രാപിക്കുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇപ്പോഴിതാ ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറാണ് ഒരു അതിശക്തമായ വിമർശനം ഉന്നയിച്ചത്. അതിനു മുമ്പും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ നേതാവ് വിമർശനം ഉന്നയിച്ചാൽ ആ സംഘടനയുടെ തലപ്പത്തുള്ളവർ സംഘടനാ തലത്തിൽ അതൊന്ന് മയപ്പെടുത്തി NSSനെ ഒരു പരിധിവരെയൊക്കെ പിണക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പശ്ചാത്തലത്തിൽ അത് രാഷ്ട്രീയമായും ഇപ്പോൾ വേറിട്ട് നിൽക്കുകയാണല്ലോ. തീർച്ചയായും ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ അത്തരം ഒരു ഇടപെടൽ സ്വാഭാവികമായിട്ട് ഇടതു മുന്നണിയിലെ ഒരു അംഗമാണ്. പക്ഷെ ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഗണേഷ് ഒരു സമയത്ത് ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. സമാനമായി തന്നെ ഇപ്പുറത്തും നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത്, ഗണേഷ് കുമാർ ഒരു വശത്ത് നിന്നുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങൾ തുടരുന്ന കാഴ്ച കാണുന്നു. ഇപ്പുറത്ത് എന്തായാലും NSS ഇതിനോട് പ്രതികരിക്കേണ്ട. കാരണം ഗണേഷ് കുമാറിന് ജി സുകുമാരൻ നായർ അടക്കം ചൂണ്ടിക്കാണിച്ചത്, ഗണേഷിന് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ. കാരണം ഈ അഴിമതി ആരോപണങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കേണ്ടത് കോടതികളല്ലേ, അങ്ങനെ കോടതിയെ സമീപിക്കട്ടെ എന്നൊരു നടപടിയാണ്. പക്ഷെ ഗണേഷ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഗണേഷിന്റെ ഈ മാനവും അഭിമാനവും എല്ലാം നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്ന് പറയണം. അതായത് ഗണേഷ് തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്നു, തൊട്ടിപ്പുറത്ത് താലൂക്ക് യൂണിയൻ സ്ഥാനം നിൽക്കുന്നു, അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് ഏറ്റുമുട്ടി ഒരു ഇത് അയാളെ വലുതാക്കേണ്ട എന്ന ഫലത്തിൽ നിലപാട്, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോഴാണല്ലോ, രണ്ടു വശത്തു നിന്നും ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് വലുതാകുന്നത്. മാത്രമല്ല, ഗണേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ ആരെങ്കിലും കോടതിയിൽ പോയാൽ ആ നിലയ്ക്ക് നേരിടാം എന്നുള്ളതാണ് NSSന്റെ നീക്കം. അതിനപ്പുറത്തേക്ക് ഈ സമാന്തര നീക്കമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അധികം ആയുസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ വളർത്തേണ്ട നിലയിൽ, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും അങ്ങനെ ഒരു മന്നം പ്രതിമ ഉണ്ടായ സമയത്തും സമാനമായ നിലപാടാണ് ജി സുകുമാരൻ നായർ എടുത്തത്. അതുകൊണ്ടൊരു നേരിട്ട് പ്രതികരണം നടത്തി അതിനെ വലുതാക്കണ്ട എന്ന നിലപാടിലേക്ക് ജി സുകുമാരൻ നായർ എത്തുന്നു. ഇന്നും അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നായർ സംരക്ഷണ സമിതി സമാന്തര നീക്കവുമായി തുടരുന്ന കാഴ്ചയാണുള്ളത്. അവർ ഈ പതാക ദിനത്തിന് മുൻപ് മന്നം സമാധിയിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്.
എത്രത്തോളം അത് ഏത് നിലയിൽ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കാരണം നേരത്തെയൊക്കെ അങ്ങനെ ചില മാർച്ചുകൾ എറണാകുളം കരയോഗത്തിൻ്റെ ചില കരയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് പോലീസ് തടയുന്ന നിലയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു നീക്കം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുന്നെങ്കിൽ അതിനനുസരിച്ച് ആ ഘട്ടത്തിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് ജി സുകുമാരൻ നായരുടെ നിലപാട്. എന്തായാലും NSS ഈ വിഷയത്തിൽ ഒരു തന്ത്രപൂർവമായ മൗനത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണേണ്ടത്. യെസ്, അതായത് ഇതിനോട് പ്രതികരിച്ചാൽ അത് ഒരു പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇത് ഗൗരവമായി NSS എടുക്കുന്നുവെങ്കിൽ മറുഭാഗത്തും അത് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെ പ്രതികരിക്കാതെ അവഗണിക്കുക, അങ്ങനെ ആ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുക, അതാണിപ്പോൾ NSSൽ നടക്കുന്നത് എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രീജിത്ത്? അഭിലാഷ്, ഇതിന് പ്രതിഷേധങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് അത് കൂടുതൽ ഏത് പ്രതിഷേധമാണെങ്കിലും ശക്തിപ്പെടുക. അതിനെ അവഗണിക്കാൻ അത് ഏതാണെങ്കിലും അവഗണിക്കുന്ന സമയത്ത് അതിനുള്ള ശക്തി കുറയുന്ന സാഹചര്യമാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അതേ തന്ത്രം തന്നെ ഇവിടെയും ഉണ്ടാകുന്നു എന്ന് വേണം വിലയിരുത്താൻ. മാത്രവുമല്ല, നേരത്തെ തന്നെ ജി സുകുമാരൻ നായർക്കെതിരെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഉണ്ടായ സമയത്ത് താലൂക്ക് യൂണിയനുകൾ പലയിടത്തും പ്രതിഷേധ പ്രകടനവുമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമായ രീതിയിൽ താലൂക്ക് യൂണിയനുകൾ, പ്രത്യേകിച്ച് ഗണേശൻ കുമാറിന്റെ നാട്ടിൽ നിന്നുള്ള പത്തനാപുരവും കൊട്ടാരക്കര താലൂക്ക് യൂണിയനുകളിലൊക്കെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു പരിധിവരെ ഗണേഷിനെ കരയോഗത്തിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം പോലും കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് നിലപാട് കടുത്താൽ ഗണേഷിനെ പുറത്താക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം താലൂക്ക് യൂണിയൻ സ്ഥാനത്ത് നിന്ന് പോയെങ്കിലും ഈ മറ്റ് കരയോഗ അംഗമാണ്. ഒപ്പം ഈ പത്തനാപുരത്തുള്ള പത്മ കഫേയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കാനാണ് ഒരു പരിധിവരെ ആ ഭാഗത്ത് ഉള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും ഈ ഗണേഷിന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളത് കൂടി അനുസരിച്ചായിരിക്കും ഇത്തരം നടപടികളിലേക്കൊക്കെ കടക്കുക എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.